നമസ്കാരം. മേയർ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ബി.ജെ.പിയുമായി അകലുന്നു എന്ന വാർത്തകളെ അപ്രസക്തമാക്കിക്കൊണ്ട് തനിക്ക് രാഷ്ട്രീയം വഴങ്ങുമെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പോരിന് കച്ചമുറക്കി ഇറങ്ങിയിരിക്കുകയാണ് ആർ ശ്രീലേഖ. മുൻ മേയർ ആര്യ രാജേന്ദ്രന് മാത്രമല്ല CPM-നാകെ പണി വരുമെന്ന സന്ദേശം നൽകിയാണ് രാഷ്ട്രീയ പോരിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ മത്സരിക്കുമെന്ന റിപ്പോർട്ടിനിടെയാണ് ഈ നിർണായകമായ ഇടപെടലുണ്ടായത്. ശാസ്തമംഗലത്ത് MLA ഓഫീസിനെ ചൊല്ലി VK പ്രശാന്ത് കൗൺസിലർ ആർ ശ്രീലേഖയും തമ്മിലുള്ള തർക്കം മുറുകുകയാണ്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ട സംഭവത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് BJP കൗൺസിലർ ആർ ശ്രീലേഖ രംഗത്തെത്തിയത്. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ താഴത്തെ നില മുഴുവൻ MLA കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും കൗൺസിലർക്ക് പ്രവർത്തിക്കാൻ സ്ഥലമില്ലെന്നുമാണ് ശ്രീലേഖയുടെ ആരോപണം. ശനിയാഴ്ച രാവിലെ ഫോണിലൂടെയായിരുന്നു ശ്രീലേഖ MLAയോട് ഈ ആവശ്യം ഉന്നയിച്ചത്. കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന MLA ഓഫീസ് തനിക്ക് കൗൺസിലർ ഓഫീസായി പ്രവർത്തിക്കാൻ വിട്ടു നൽകണമെന്നാണ് ശ്രീലേഖയുടെ വാദം. എന്നാൽ വാടക കരാർ അവസാനിക്കാതെ ഓഫീസ് ഒഴിയാൻ തയ്യാറല്ല എന്നാണ് VK പ്രശാന്ത് വ്യക്തമാക്കിയത്. LDF ഭരണകാലത്ത് കൗൺസിൽ തീരുമാനപ്രകാരം വാടകയ്ക്ക് നിശ്ചയിച്ച് നൽകിയ കെട്ടിടമാണ് ഇതെന്നും 2026 മാർച്ച് വരെ ഇതിന് കാലാവധി ഉണ്ട് എന്നാണ് പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നത്. നിയമസഭാ കാലാവധി കഴിയും വരെ തുടരാൻ 10 മാസം മുമ്പ് തന്നെ കോർപ്പറേഷൻ കത്ത് നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MLAയുടെ കാലാവധി തീരാൻ ഇനിയും സമയമുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞപ്പോൾ വീണ്ടും MLA ആയാൽ എന്ത് ചെയ്യും എന്നായിരുന്നു ശ്രീലേഖയുടെ മറുചോദ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഭൂരിപക്ഷമുള്ള പുതിയ കൗൺസിൽ നിലവിൽ വന്ന സാഹചര്യത്തിൽ കൗൺസിൽ പ്രത്യേക തീരുമാനമെടുത്താൽ MLAക്ക് ഓഫീസ് ഒഴിയേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. കൗൺസിലർമാർക്ക് ഓഫീസ് അനുവദിക്കുന്നത് മേയറുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. കോർപ്പറേഷൻ കെട്ടിടം ലഭ്യമല്ലെങ്കിൽ കൗൺസിലർമാർക്ക് പുറത്ത് ഓഫീസ് വാടകയ്ക്ക് എടുക്കാമെന്നും മാസം 8,000 രൂപ വരെ കോർപ്പറേഷൻ വാടക നൽകുമെന്നും നിയമമുണ്ടെങ്കിലും തന്ത്രപ്രധാനമായ ഓഫീസ് മുറിയെ ചൊല്ലിയുള്ള തർക്കം തലസ്ഥാനത്തേക്ക് പുതിയ രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് വരും ദിവസങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.